ഈശോയിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശുവിൻ്റെ പ്രിയ മക്കളായ ക്രിസ്ത്യാനികളായ ഒരു വ്യക്തിയുടെ ജീവിതചര്യ എന്താണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗം. ക്രിസ്തീയ ജീവിതചര്യ. ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക. ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക. എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചുവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതചര്യ എന്തായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് ശ്ലീഹ നമ്മളോർക്ക് കാണിച്ചു തരികയാണ്. മേലധികാരികളെയും ഭരണകർത്താക്കളുടെയും കീഴ്പ്പെട്ടിരിക്കണം, അനുസരണയുള്ളവരായിരിക്കണം. ഒരു കുടുംബത്തിൽ പോലും മക്കൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. ക്രിസ്ത്യാനികളായ മക്കൾ എവിടെയായിരുന്നാലും ആ ദേശത്ത് നിയമത്തിന് കീഴ്പ്പെട്ടിരിക്കണം. വളരെ മുൻപേ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതചര്യ എന്തായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവിനാൽ പൗലോസ് തീത്തോസിനോട് പറയുന്ന കാര്യമാണ്. യേശുക്രിസ്തു ആരായിരുന്നു എന്നും യേശുക്രിസ്തുവിന് പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായിട്ട് ലഭിച്ചു എന്നും അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നും വളരെ വ്യക്തമായിട്ട് പൗലോസ് ശ്ലീഹ പറയുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശു നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയണം. നമുക്ക് ഈ ഈശോയുടെ ശിഷ്യരാണെന്ന് ലോകത്തെ അറിയിക്കുവാൻ യേശു നമ്മളോട് പറഞ്ഞതും പൗലോസ് ശ്ലീഹ നമ്മളോട് ആവശ്യപ്പെട്ടതുമായ കാര്യങ്ങളിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കാം.
പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഒരു ക്രിസ്ത്യാനി എന്നതിനേക്കാൾ ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയായി, ഒരു ക്രിസ്തുവിൻ്റെ തന്നെ സഹോദരനായി, സഹോദരിയായി ലോകത്തിൻ്റെ മുന്നിൽ നമ്മളെ കാണിച്ചു കൊടുക്കുക. നമ്മുടെ പ്രവൃത്തിയിലൂടെ ഈശോ നിങ്ങളിലുണ്ട് എന്ന് ലോകം അറിയട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.